ഹലോ ജീവൻ നമ്മുടെ ഈ വർദ്ധിച്ചു വരുന്ന ഈ യുവ ചെലവുണ്ടല്ലോ, അപ്പൊ നമ്മുടെ ഈ റെന്റ് കണക്കിനെ പറ്റി നമ്മുടെ അഭിപ്രായം? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ നാട്ടിൽ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷന് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള അൻസാരി ചേട്ടൻ, അതേപോലെ വികാസ് ചേട്ടൻ, എല്ലാവരോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ പുതിയൊരു സംരംഭത്തിന് എല്ലാ രീതിയിലുമുള്ള ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരും അടിച്ചു പൊളിക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഈ ഒരു സ്ഥാപനം വമ്പിച്ച വിലക്കുറവാണല്ലേ എല്ലാം കഴിക്കും. അനുസരിച്ച് വമ്പിച്ച വിലക്കുറവല്ലേ, നമ്മുടെ ആൾക്കാരാണ്, എല്ലാവർക്കും ഡിസ്കൗണ്ട് ഇട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. വേറെ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ സ്വന്തം നാടായതുകൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല, കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ നല്ലൊരു ദിനം ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു. എന്നോട് ചോദിക്കും ആദ്യം പറഞ്ഞിട്ട് നമ്മൾ രണ്ടേ പറ്റി സംസാരിക്കാം. കടക്കലിൽ വരുന്നത് ഫസ്റ്റ് ടൈം അല്ല, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. കടക്കൽ ദേവീക്ഷേത്രത്തിൽ ഒത്തിരി തവണ വന്നിട്ടുണ്ട് അമ്പലത്തിൽ തൊഴാനായിട്ട്. പിന്നെ ജീവൻ എന്ന് പറയുമ്പോൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ 4 വർഷമായി ഞാനും ജീവനും പരിചയപ്പെട്ടിട്ടല്ലേ. അതെ, ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ പോവുകയാണ്. എല്ലാവർക്കും അറിയാം, ഒരുമിച്ചാണ് റീലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കടക്കലിനെ പറ്റി പറയുന്നത് നല്ലൊരു നാടാണ്, നല്ല നാട്ടുകാരാണ്, സ്നേഹിക്കാൻ നല്ല മനസ്സുള്ളവരാണ് അല്ലേ. എന്താ അത് പറഞ്ഞപ്പോൾ എന്തായാലും മുഖം മാറി നിൽക്കുന്നത് അങ്ങനെയല്ലേ? കടക്കിലുള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവരല്ലേ എന്നാണ് എന്നോട് ജീവൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ലേ വികാസ് ചേട്ടാ? അതെ, ഇപ്പൊ മനസ്സിലായി വികാസ് ചേട്ടൻ അറിയാമെന്ന്. കാരണം വികാസ് ചേട്ടൻ നമ്മുടെ കടക്കൽ അമ്പലത്തിൽ നമുക്ക് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അനുസരിക്കാം, എവിടെ മാറി ഒളിഞ്ഞ് നിൽക്കുന്നത്? ഇവിടെ നിൽക്കണം, നിങ്ങൾ അവിടെ നിൽക്കേണ്ട മനുഷ്യരല്ലേ, ഇവിടെ നിൽക്കേണ്ട ആളാണ് കേട്ടോ. കാരണം നമ്മൾ കടക്കൽ മാത്രമല്ല, കേരളത്തിൽ വളരെ കുറവ് ആയിട്ട് വരുന്ന ഒരു ഷോപ്പാണ് റെന്റൽ ഹബ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ നോർമൽ നമുക്കൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ പോയി, ഇപ്പം എനിക്കൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്തേ, കല്യാണ സാരി മാത്രമാണ് കുറച്ച് റേറ്റ് കൂടുതൽ മേടിക്കുന്നത്. പിന്നെ മേടിക്കുന്ന പാർട്ടി, നമ്മൾ തലേദിവസം റിസപ്ഷൻ ആണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ്റെ കൂടെയുള്ള ഡ്രസ്സാണെങ്കിലും മേടിക്കുമ്പോൾ ഒരു എന്താ പറയുക 25,000-30,000 രൂപ പോട്ടെ. സാധാരണക്കാരാണെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ പോട്ടെ, അത് 5,000 രൂപ ഡ്രസ്സൊക്കെയാണ് ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിൽ ചിലപ്പോൾ. ഈ പറയുന്ന കല്യാണമോ ഏതെങ്കിലും പൊക്കട്ടെ, പക്ഷെ കൊടുക്കണ്ട. അപ്പോൾ ഇപ്പൊ നമ്മുടെ അനുസരിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് റെന്റൽ ഹബ്ബാണ്. കാരണം നല്ല റേറ്റിലുള്ള ഡ്രസ്സ് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ എത്ര ദിവസത്തേക്ക് വേണ്ടി നമുക്ക് റെന്റിന് കൊടുക്കുന്നുണ്ട് അല്ലേ. അത് റേറ്റ് കുറച്ചിട്ട് അവർക്ക് എത്രയാണ് അവരുടെ ബഡ്ജറ്റ്. ഇപ്പോൾ എനിക്ക് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും അറിയില്ല. 1000 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 1000 മുതൽ അത് കൂടുതൽ 1000 എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 10,000 രൂപയുടെ വില തോന്നിക്കുന്ന ഡ്രസ്സാണ് ഇവിടെ ഉള്ളത്. എനിക്ക് ഡ്രസ്സിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. സത്യം പറഞ്ഞാൽ ഇത്രയും റേറ്റ് കുറച്ച് നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ കല്യാണമായ പെൺകുട്ടികളാണെങ്കിലും ചെക്കന്മാരാണെങ്കിലും ഓർണമെന്റ്സ് എടുക്കുകയാണെങ്കിലും ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഈ കാശ് കൊടുത്ത് ഡ്രസ്സ് മേടിച്ച് കൊണ്ട് അലമാര വെക്കാതെ ഈ ഡ്രസ്സ് നമുക്ക് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ ഒരാഴ്ചക്കോ അല്ലേ, മാക്സിമം 3 ഒരാഴ്ചയൊക്കെ അത് നമ്മൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, കൊണ്ട് അലമാരി കൊണ്ട് വെക്കുകയല്ലേ. അങ്ങനെ കാശ് വെറുതെ കളയാതെ നമ്മൾ റെന്റ് എടുക്കുന്നതിന് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ പോലും ഡ്രസ്സ് ഇപ്പോൾ ഫംഗ്ഷൻ ആണെങ്കിലും ഇനാഗുറേഷൻ ആണെങ്കിലും ഡ്രസ്സെല്ലാം പൊട്ടിക്കുന്ന ഒരു ദിവസത്തേക്ക് ഡ്രസ്സ് ചോദിക്കുകയും ചെയ്യുന്നത്. കാരണം ഞാൻ കാശ് കൊടുത്ത് മേടിക്കാറില്ല, ഞാൻ എല്ലാം ഇതുപോലെ റെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉപയോഗിക്കാറില്ല, കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പം അങ്ങനെയാണ് പൊട്ടിക്കാറ്. പക്ഷെ കല്യാണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഫംഗ്ഷൻ ആണെങ്കിലും എന്ത് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ വെഡിങ് റെന്റൽ ഹബ്ബുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കൂട്ടത്തിൽ കാണിക്കില്ലേ, കുട്ടികളും അല്ലേ. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളല്ലേ, ചെറിയ കുട്ടികളാണോ? സോറി കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ പറയുന്ന കടക്കലിൽ ഇങ്ങനൊരു ഹബ്ബ് വന്നത്, നമ്മുടെ റെന്റൽ ഷോപ്പ് വന്നത് വളരെ നല്ല കാര്യമാണ്. ട്രിവാൻഡ്രത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഷോപ്പ് ഒന്നേ ഉള്ളൂ എൻ്റെ അറിവിൽ. അത് അത്ര ഫേമസ് ഒന്നും അല്ല, പക്ഷെ എല്ലാവരും തിരഞ്ഞുപിടിച്ച് നടക്കുകയാണ് ഇങ്ങനൊരു ഷോപ്പ് കിട്ടാൻ വേണ്ടി. കാരണം റെന്റിന് കൊടുക്കുന്ന ഷോപ്പൊക്കെ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ഷോപ്പ് കൊണ്ടുവന്നതിൽ ഒത്തിരി സന്തോഷവും നന്ദി അറിയിക്കുക കേട്ടോ. അതും കടക്കല് മാത്രമല്ല, ഇനി വെഞ്ഞാറുമൂട് വരുന്നുണ്ട്, 5 വരുന്നുണ്ട് അല്ലേ. അങ്ങനെ ഇനി ഒരുപാട് ഷോപ്പുകൾ കൊണ്ടുവരട്ടെ. നമ്മുടെ സാധാരണക്കാർക്ക് അങ്ങനെ ഷോപ്പ് കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. വെറുതെ കാശ് കൊടുത്ത്
എന്തിനാണല്ലേ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വില കൂടിയ ഒരു ഡ്രസ്സ് മേടിച്ച് കളയുന്നത്? അത് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു ഷോപ്പ്, ഡ്രസ്സ് മാത്രമല്ല ഓർണമെന്റ്സ് അല്ലേ, ഓർണമെന്റ്സ് നമ്മൾ ഇതുപോലെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കത്തില്ല, പിന്നെ വെറുതെ നമ്മൾ വാങ്ങിച്ച് വെക്കുന്നതാണ്. അപ്പൊ അതിന് ഓർണമെന്റ്സും ഡ്രസ്സ്, പിന്നെ വേറെ എന്തൊക്കെയാ, വെഡിങ് ബുക്ക, പിന്നെ ലക്ഷറി കാർ, കാറെല്ലാം ഉണ്ട്. ഓക്കെ, ഞാനൊരു ലക്ഷറി കാറിലാണ് വന്നിരിക്കുന്നത്. അത് സ്വന്തം അനുസരിക്കുന്ന കാർ തന്നെയാണ്. ഓക്കെ, എന്തായാലും സന്തോഷിക്കുക. എന്നെ ഈ ഒരു വിനാഘോഷ ചടങ്ങിൽ എന്നെയും നിങ്ങളുടെ സ്വന്തം നാട്ടുകാരനും കൂടിയായ ജീവൻ ഗോപാലിനെയും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു.